ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് റിസ്ക് ആൻഡ് റിട്ടേൺ. എ ഫിനാൻഷ്യൽ മാനേജർ ഹാസ് ടു ടേക്ക് വേരിയസ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഫ്രം ടൈം ടു ടൈം. എവറി ഫിനാൻഷ്യൽ ഡിസിഷൻ ഹാവ് ടു ആസ്പെക്ട്സ്, നെയിംലി റിസ്ക് ആൻഡ് റിട്ടേൺ. അപ്പോൾ നമുക്കറിയാം, ഫിനാൻഷ്യൽ മാനേജേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടൈം ടു ടൈമിലും ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ ഡിസിഷൻസിന് പ്രധാനമായിട്ടും രണ്ട് ആസ്പെക്ട്സുകളാണ് ഉള്ളത്. അതൊന്ന് റിസ്ക്കും രണ്ടാമത്തെ എന്തുമാണ്, റിട്ടേണുമാണ്. റിസ്ക് ഈസ് ഇൻവോൾവ് ഇൻ എവറി ഡിസിഷൻ. ദ ഡിഗ്രി ഓഫ് റിസ്ക് ഹവർ മേ ഡിഫറെൻറ്റ് ഫ്രം വൺ ഡിസിഷൻ ടു അനദർ. റിസ്ക് എന്ന് പറയുന്നത് ഏതൊരു ഡിസിഷനിലും ഇൻവോൾവ് ചെയ്യുന്ന ഒന്നാണ്. ആ റിസ്കിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഓരോ ഡിസിഷനും വ്യത്യാസപ്പെടും. ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഡിഗ്രി ഓഫ് റിസ്ക് ആയിരിക്കും, മറ്റൊരു ഡിസിഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് റിസ്ക് ലെവൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ ടു ഡിസിഷൻ വ്യത്യാസപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റിട്ടേൺ എന്ന് പറയുന്നതും. ഏതൊരു ഡിസിഷനും എന്തുണ്ടായിരിക്കും, റിട്ടേണും ഉണ്ടായിരിക്കും. ഈ റിട്ടേണും ഓരോ ഡിസിഷൻസിനനുസരിച്ചിട്ട് ഇതിൻ്റെ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് റിസ്ക് എന്താ, റിട്ടേൺ എന്താണെന്നതിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മീനിങ് ഓഫ് റിസ്ക് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് മീനിങ് ഓഫ് റിസ്ക്. എന്താണ് റിസ്ക്? റിസ്ക് സിംപ്ലി റെഫേഴ്സ് ടു ചാൻസ് ഓഫ് ലോസ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത. ചാൻസ് ഓഫ് ലോസ്, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയെയാണ് എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. പീപ്പിൾ ജനറലി യൂസ് ദ വേർഡ് റിസ്ക് when referring to a probability that something bad will happen. എന്താ പറയുന്നത്, പീപ്പിൾ സാധാരണയായിട്ട് റിസ്ക് എന്നുള്ള വേർഡ് കൊണ്ട് പറയുന്നത് ഭാവിയിൽ എന്തോ മോശമായത് സംഭവിക്കാൻ പോകുന്നു. പ്രോബബിലിറ്റി, സാധ്യതയാണ്, സംഭവിച്ചിട്ടില്ല, ഭാവിയിൽ സംഭവിക്കുമോ എന്ന പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. ആക്സിഡൻറ്റ് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, പ്രോബബിലിറ്റിയാണ്. ഒന്നെങ്കിൽ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം, പക്ഷെ അതെന്താണ്, റിസ്ക് ആണ്. അതുപോലെ തന്നെ ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഗവൺമെൻറ് ജോലിയൊന്നുമല്ല, പ്രൈവറ്റ് ആണെങ്കിൽ എന്തായാലും ജോലി നഷ്ടപ്പെടും. അപ്പോൾ ജോലി നഷ്ടപ്പെടാതിരിക്കാം, അപ്പോൾ അതും എന്താണ്, ചാൻസ് ഓഫ് ലോസിങ് ജോബ്. അതും ഇതിനൊരു റിസ്കിനൊരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിസ്കിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു റോമൻ, റിസ്ക് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ടു അക്കംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ നേരിടാൻ പോകുന്ന പ്രോബബിലിറ്റി, ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി, അതിനെയാണ് എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഫെയിലിയർ ഉണ്ടാവൂ എന്ന പ്രോബബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിസ്ക് എങ്ങനെയാണെങ്കിൽ ഇതാ പറയുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദ ടേം റിസ്ക് റെഫേഴ്സ് ടു ദി വേരിയബിലിറ്റി ഓഫ് ആക്ച്വൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും, ആ ഇൻവെസ്റ്റിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് ഇത്ര റിട്ടേണാണ് കിട്ടുക എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ എക്സ്പെക്റ്റഡ് റിട്ടേണും നമുക്ക് ആക്ച്വലായിട്ട് കിട്ടിയിട്ടുള്ള റിട്ടേണും തമ്മിലുള്ള വേരിയബിലിറ്റി, അതിൻ്റെ ഡിഫറൻസ് നോക്കും. അതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നത്, റിസ്ക് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ലോസിങ് സം ഓർ ഓൾ ഓഫ് ദി മണി വി പുട്ട് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ക്യാഷല്ലേ കൊടുക്കുന്നത്, മണിയാണ് കൊടുക്കുന്നത്. ആ മണി മൊത്തമായിട്ടോ കുറച്ചോ ചിലപ്പോൾ എന്താവാം, ലോസായി പോവാം. അതിൻ്റെ പ്രോബബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷൻ നമുക്ക് പറയാം, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിസ്ക് ഈസ് എ സിറ്റുവേഷൻ വേർ ദ ഔട്ട്കം ഈസ് അൺസർട്ടൻ. റിസ്ക് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനാണ്, അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല, അത് അൺസർട്ടൻ ആണ്. അപ്പോൾ അത്രയാണ് റിസ്കിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് റിസ്ക് ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് റിസ്കുകളാണ് വരുന്നത്? അപ്പോൾ ഒരു ഫേമിന് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് ആണ് വരുന്നത്, രണ്ട് ബ്രോഡ് ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. സിസ്റ്റമാറ്റിക് റിസ്ക്കും അതുപോലെ അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക് അതുപോലെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹെഡിങ് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. ദിസ് ഈസ് നോൺ ഡൈവേഴ്സിബിൾ റിസ്ക് എന്ന് വെച്ചാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു റിസ്ക് ആണ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഹരിക്കാൻ പറ്റാത്ത ഒരു റിസ്കിനെയാണ് എന്ത് പറയുന്നത്, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ ഫാക്ടേഴ്സ് ലൈക്ക് എക്കണോമിക്കൽ, സോഷ്യോളജിക്കൽ, പൊളിറ്റിക്കൽ. എന്ന് വെച്ചാൽ എക്കണോമിക്കലായിട്ടോ സോഷ്യോളജിക്കലായിട്ടോ പൊളിറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകുന്ന റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് അറൈസിങ് ഫ്രം ദി മാർക്കറ്റ് മൂവ്മെൻറ്റ്സ്. മാർക്കറ്റിലുള്ള മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് വരുന്ന
ഉണ്ടാകുന്ന റിസ്കുകളാണ് എന്ത് പറയുന്നത്, സിസ്റ്റമാറ്റിക് റിസ്ക്. ഗവൺമെൻറ് പെട്ടെന്നൊരു പോളിസി കൊണ്ടുവന്നു, അതെന്ത് റിസ്ക് ആണ്, സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. നമ്മൾ വിചാരിച്ച ഗവൺമെൻറ് പോളിസി മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ദിസ് കനോട്ട് ബി എലിമിനേറ്റഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് മിനിമൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ആ ഡൈവേഴ്സിഫിക്കേഷൻ മുഖേന എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ ഇത്രയാണ് സിസ്റ്റമാറ്റിക് റിസ്കിൽ പറയുന്നത്. ഇനി സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ കുറച്ച് ടൈപ്സ് പഠിക്കാനുണ്ട്. സിസ്റ്റമാറ്റിക് റിസ്കിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് റിസ്ക് ആണ് വരുന്നത്. മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക്. ഇനി എന്താണ് മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നതാണ് മാർക്കറ്റ് റിസ്ക്. എന്താ മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു വേരിയബിലിറ്റി ഇൻ സ്റ്റോക്ക് പ്രൈസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഇവിടെ എന്താ വരുന്നത്, സ്റ്റോക്ക് പ്രൈസിലുള്ള വേരിയേഷൻസ്, വേരിയബിലിറ്റി, അങ്ങനെ ഉണ്ടാകുന്ന റിസ്കിനെയാണ് മാർക്കറ്റ് റിസ്ക്. എന്നുവെച്ചാൽ ആറ്റിറ്റ്യൂഡ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും അവരുടെ എക്സ്പെക്ടേഷനും അനുസരിച്ചിട്ട് സ്റ്റോക്ക് പ്രൈസിൽ എന്തൊക്കെ മാറ്റം വരുന്നു അതുമൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിസ്ക് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അപ്പോൾ എന്താ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്? This type of risk arising due to the changes in value of security prices due to changes in the interest rate prevailing in the market. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി പ്രൈസ്, സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുകയാണ്, ചേഞ്ച് ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എന്നുവെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് വരുന്നതോട് കൂടിയിട്ട് സെക്യൂരിറ്റി പ്രൈസസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ചസ് വരും. അതുമൂലം ഉണ്ടാകുന്ന റിസ്ക് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. തേർഡ് റിസ്ക് ആണ് പർച്ചേസിംഗ് പവർ റിസ്ക്. ദിസ് ടൈപ്പ് ഓഫ് റിസ്ക് അറൈസിങ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പർച്ചേസിങ് റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഇത്രയാണ് സിസ്റ്റമാറ്റിക് റിസ്കിൽ പ്രധാനമായിട്ടും വരുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക് ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മുഖേന ഉണ്ടാകുന്ന റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺകൺട്രോളബിൾ ആണ്. ഒരു കമ്പനിയുടെ കേസിലാണെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണ്. നെക്സ്റ്റ് റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ദ അൺസിസ്റ്റമാറ്റിക് റിസ്ക് അറൈസസ് ഡ്യൂ ടു ദ ഫാക്ടേഴ്സ് to a particular firm such as labor strike, change in management, change in demand for a product. എന്നുവെച്ചാൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന റിസ്ക്, മാർക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഉള്ളിൽ വരുന്ന ഫാക്ടേഴ്സ്. ഇപ്പോൾ ലേബേഴ്സ് പെട്ടെന്ന് സ്ട്രൈക്ക് വിളിക്കുക, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ റൂൾസിൽ എന്തെങ്കിലും പെട്ടെന്ന് മാറ്റം വരിക, ഡിമാൻഡ് കൂടുക കുറയുകയൊക്കെ ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്താൽ അങ്ങനെ വരുന്ന റിസ്കുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 2 എണ്ണമാണുള്ളത്, ബിസിനസ് റിസ്ക്കും ഉണ്ട്, ഫിനാൻഷ്യൽ റിസ്ക്കും ഉണ്ട്. എന്താ ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് റിസ്ക് ഈസ് എ വേരിയബിലിറ്റി ഇൻ ആക്ച്വൽ ഏർണിംഗ് ഫ്രം ഓഫ് എ ഫേം ഫ്രം ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ഏർണിങ്സ്. ഒരു ഫേം എക്സ്പെക്റ്റ് ചെയ്തു വെച്ച ഏർണിങ്സും അതുപോലെ ആക്ച്വൽ ഏർണിങ്സിൻ്റെയും വേരിയബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്ക്കോ, ദ ഫിനാൻഷ്യൽ റിസ്ക് അറൈസിങ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെപ്റ്റിൻ്റെ അളവ്, അതിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടമാണ്, നമ്മൾ ലോൺ എടുക്കുക. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഒരു 10 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ 10 ലക്ഷം കമ്പനിയുടെ ഓണറുടെ കയ്യിലുള്ള ക്യാഷ് ആണെങ്കിൽ അവിടെ റിസ്ക് കുറവാണ്. പക്ഷേ 5 ലക്ഷം ഓണറുടെ പൈസ ഉള്ളൂ, 5 ലക്ഷം ലോൺ ആണെങ്കിൽ അവിടെ എന്തുവാണ്, റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതിൽ ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് വന്നു, ഡെപ്റ്റ് വന്നു. അങ്ങനെ ഡെപ്റ്റിൻ്റെ എലമെൻറ്റിലുള്ള റിസ്കിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് കമ്പനിയുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് മുഖേന ഉണ്ടാകുന്ന റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒരു പരിധി വരെ, ഒരു ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് റിസ്കിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിസ്ക്. എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന്, ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് റിസ്ക്കും വരുന്നതെന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെരി വൈഡ്ലി ആണ്. അതുപോലെ തന്നെ സം ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് പ്രിഫറേഴ്സ്. ചില ഇൻവെസ്റ്റേഴ്സ് റിസ്ക് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്, അവരെന്ത് ചെയ്യും, ഒരുപാട് റിസ്ക് ഏറ്റെടുക്കും. ചില ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് റിസ്ക് ന്യൂട്രൽ ആയിരിക്കും, അവരെന്ത് ചെയ്യില്ല, ഒരുപാട് റിസ്ക് ഒന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർ നൈദർ പ്രിഫറൻസ് ഓർ നോർ അവേർഷൻ ഓഫ് ടുവേർഡ് റിസ്ക് ചിലപ്പോൾ ഏറ്റെടുക്കും, ചിലപ്പോൾ ഏറ്റെടുക്കില്ല. അങ്ങനെയാണ് എന്ത് പറയുന്നത്, റിസ്ക് ന്യൂട്രൽ ആണ്. ഒരുപാട് വലിയ റിസ്ക് ഏറ്റെടുക്കില്ല, എന്നാൽ തീരെ റിസ്ക് ഏറ്റെടുക്കാതെ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. വാസ്റ്റ് മെജോറിറ്റി കൂടുതൽ ആൾക്കാരും എന്താണ്, അവേഴ്സാണ്, റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഏറ്റെടുക്കാനേ തയ്യാറല്ല. അവർ റിസ്ക് ഒന്നും എടുക്കില്ല, അവർക്ക് പ്രോഫിറ്റ് മാത്രം കിട്ടിയാൽ മതി എന്നുള്ള ആൾക്കാരാണ് എന്ത് പറയുന്നത്, ഭൂരിഭാഗം ആൾക്കാരും.
ദേ വുഡ് നോട്ട് ലൈക്ക് ടു ടേക്ക് മച്ച് റിസ്ക്. ഒരുപാട് റിസ്ക് എടുക്കാനൊന്നും അവരെന്തല്ല തയ്യാറല്ല. അവരെപ്പോഴും അറ്റംപ്റ്റ് ടു മാനേജ് റിസ്കിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്സ് വരുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. നെക്സ്റ്റ്, മീനിങ് ഓഫ് റിട്ടേൺ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം റിസ്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് റിട്ടേണിനെ കുറിച്ചിട്ട് അറിയാം. The return simply refers to benefit accrued on the original investment made in asset or investment. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് എന്ത് പറയുന്നത്, റിട്ടേൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഗെയിൻ ഓർ പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ടു ബി മെയ്ഡ് ഓവർ എ പീരീഡ് അറ്റ് എ ടൈം മേക്കിംഗ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഒരു പീരീഡിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സമയത്തോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗെയിനിനെ അല്ലെങ്കിൽ പ്രോഫിറ്റിനെയാണ് എന്ത് പറയുന്നത്, റിട്ടേൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആനുവൽ ഇൻകം റിസീവ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് പ്ലസ് ചാർജിങ് വാല്യൂ. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ആനുവലായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻകം കൂടാണ്. നെക്സ്റ്റ് എന്താണ്, മെഷർമെൻറ്റ് ഓഫ് റിട്ടേൺ. എങ്ങനെയാണ് റിട്ടേണിനെ മെഷർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. There are 4 approaches to measure return. റിട്ടേണിനെ മെഷർ ചെയ്യാൻ പ്രധാനമായിട്ടും 4 അപ്രോച്ചസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് അപ്രോച്ചാണ് പ്രോഫിറ്റ് അപ്രോച്ച്, നെക്സ്റ്റ് ആണ് ഇൻകം അപ്രോച്ച്, നെക്സ്റ്റ് ആണ് ക്യാഷ് ഫ്ലോ അപ്രോച്ച്, നാലാമത്തെയാണ് റേഷ്യോ അപ്രോച്ച്. അപ്പോൾ ഈ 4 അപ്രോച്ചാണ് പ്രധാനമായിട്ടും റിട്ടേണിനെ മെഷർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഓരോ അപ്രോച്ച് എന്താണെന്ന് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് അപ്രോച്ചാണ് പ്രോഫിറ്റ് അപ്രോച്ച്. Under this approach, return is measured by using profit earned by the business ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ബിസിനസ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് നോക്കിയിട്ട് അതിനെ മെഷർ ചെയ്തിട്ട് റിട്ടേണിനെ കാണിക്കുന്നതിന് എന്ത് പറയുന്നത്, പ്രോഫിറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, റിട്ടേണിനെ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്രോച്ചാണ് ഇൻകം അപ്രോച്ച്. ഇൻകം അപ്രോച്ച് പ്രകാരം ദ റിട്ടേൺ ഈസ് മെഷേർഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകം ആൻഡ് ഇൻകം ഇൻ ദി പ്രോഫിറ്റ് അറൈവ്ഡ് ഫ്രം ദി അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിൻ്റെ ടെക്നിക്കിൻ്റെ സമയത്ത് ഇൻകം നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൻ്റെ മുകളിൽ കിട്ടിയിട്ടുള്ള ഇൻകത്തിൻ്റെ നോക്കിയിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള അപ്രോച്ചാണ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഏണിംഗ് പെർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ ഏണിംഗ് ബിഫോർ ടാക്സ്, ഏണിംഗ് ആഫ്റ്റർ ടാക്സ്, ഈ ബേസിസിലാണ്. ഇനി മൂന്നാമത്തെ അപ്രോച്ചാണ് ക്യാഷ് ഫ്ലോ അപ്രോച്ച്. എന്താണ് ക്യാഷ് ഫ്ലോ അപ്രോച്ച്? Under this approach, the cash flows of the firm are used to access performance. ഒരു പെർഫോമൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാഷ് ഫ്ലോസ് ആണ് നോക്കുന്നത്. ആ ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള അപ്രോച്ചിനെയാണ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ മുകളിലാണ്. അത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ക്യാഷ് ഫ്ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ സെർട്ടൈൻ നോൺ ക്യാഷ് ഐറ്റംസ് ആഡഡ് ടു ബാക്ക് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ മുകളിൽ കുറച്ച് നോൺ ക്യാഷ് ഐറ്റംസും കൂടെ ആഡ് ചെയ്യുക. വെച്ചാൽ ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ്, അതുപോലെ ഗുഡ് വില്ല്, റൈറ്റ് ഓഫ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിനെയാണ് എന്ത് പറയുന്നത്, ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഫോർത്ത് അപ്രോച്ചാണ് റേഷ്യോ അപ്രോച്ച്. എന്താ റേഷ്യോ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സം റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു മെഷർ ദി റിട്ടേൺ. ചില റേഷ്യോസ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള അപ്രോച്ചിനെയാണ് റേഷ്യോ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് വെച്ചാൽ മെഷർമെൻറ്റ് ഓഫ് എ റിട്ടേൺ. ഒരു റിട്ടേൺ മെഷർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ 4 അപ്രോച്ചസ് മുഖേനയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. എങ്ങനെയാണ് റിസ്ക്കും റിട്ടേണും റിലേഷൻഷിപ്പ് വരുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ റിസ്ക് എന്താണെന്ന് പഠിച്ചു, റിട്ടേൺ എന്താണെന്ന് പഠിച്ചു, റിസ്കിൻ്റെ ഫാക്ടേഴ്സ് പഠിച്ചു, റിസ്കിൻ്റെ ടൈപ്പ് പഠിച്ചു, അതുപോലെ റിട്ടേൺസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ റിസ്ക്കും ഈ റിട്ടേണും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ വരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, റിസ്ക് ആൻഡ് റിട്ടേൺ ആർ ദി 2 സൈഡ് ഓഫ് എ കോയിൻ. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് റിസ്ക്കും റിട്ടേണും എന്ന് നമുക്ക് പറയാം. ബോത്ത് ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. രണ്ടുപേരും പോസിറ്റീവ്ലി കോറിലേഷൻ ഉള്ള ആൾക്കാരാണ്. ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് മീൻ ദാറ്റ് എ ഹൈ റിട്ടേൺ ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത് എ ഹയർ റിസ്ക് ആൻഡ് ലോ റിട്ടേൺ വിത്ത് ലോ റിസ്ക്. അപ്പോൾ എന്താ, റിസ്ക് കൂടുമ്പോൾ എന്ത് കൂടുന്നു, റിട്ടേൺ കൂടുന്നു. റിസ്ക് കുറയുമ്പോൾ റിട്ടേൺ കുറയുന്നു. അപ്പോൾ ഇവിടെ റിസ്ക്കും റിട്ടേണും കൂടിയിട്ട് പോസിറ്റീവ്ലി റിലേഷൻഷിപ്പാണ് വരുന്നത്. അതാണ് റിസ്ക്കും റിട്ടേണും കൂടിയിട്ട് പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റിസ്ക്കും റിട്ടേണും തമ്മിൽ പറയാനുള്ളത്. ഇനി അതിനൊരു ഇക്വേഷൻ പറയുന്നുണ്ട്, റിട്ടേൺ ഈസ് ഇക്വൽ ടു റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് റിസ്ക് പ്രീമിയം. റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുകയാണെങ്കിൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ റിവാർഡ് അറ്റ് ദി ടൈം ഓഫ് എ പ്രീമിയം. റിസ്ക് പ്രീമിയത്തിൻ്റെ സമയത്ത് കിട്ടുന്ന കോമ്പൻസേഷൻ അല്ലെങ്കിൽ റിവാർഡിനെയാണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. റിസ്ക് പ്രീമിയം മീൻസ് ദി പ്രീമിയം ഫോർ എ ബിസിനസ് റിസ്ക്. ഒരു ബിസിനസ് റിസ്ക് എന്ന് കിട്ടുന്ന പ്രീമിയത്തിനെയാണ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്.
ഇനി ആ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ റിട്ടേണും കൊടുത്തു, റിസ്ക് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇതിൽ കുറേ പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3, 6, 2, 1, 4, 5 ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 എന്നുള്ള പോയിന്റ് ഫസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്തേ. ഈ 5 എന്ന പോയിന്റിൽ ഇവിടെ റിട്ടേൺ കുറവാണ്, റിട്ടേൺ കുറവാണ്, റിസ്ക് എന്താണ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള ഒരു പോയിന്റാണ് 5 എന്ന് പറയുന്നത്. ഇനി 3 എന്ന പോയിന്റ് കൺസിഡർ ചെയ്ത് നോക്കിയും 3 എന്ന പോയിന്റിൽ റിട്ടേൺ നല്ല കൂടുതലാണ്, റിസ്ക് എന്താണ് കുറവാണ്. അപ്പോൾ ആ പോയിൻ്റാണ് ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന പിന്നെ കുറേ 4, 2, 6 ഒക്കെ അല്ല 2ഉം 6 ഒക്കെ എന്താണ് ഒരു നാച്ചുറൽ പോയിൻ്റാണ്. അവിടെ റിസ്ക് റിട്ടേൺ ഒക്കെ ഏകദേശം ഈക്വൽ ആയിട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ 4 എന്നുള്ള പോയിന്റ് അവിടെ 0 റിസ്ക് ആണ്, അവിടെ റിസ്ക്കേ ഇല്ല, പക്ഷേ ഒരു ലെവലിൽ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതും നല്ലൊരു പോയിൻ്റാണ്. അപ്പോൾ ഇത്രയാണ് ആ ഫിഗറിന് പഠിക്കാനുള്ളത്. പിന്നെ ഗ്രാഫ് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് പോകാൻ കാരണം റിസ്ക്കും റിട്ടേണും കൂടിയിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് റിട്ടേണിൻ്റെ റിലേഷൻഷിപ്പിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ഇനി എന്താണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്നാണ് പറയുന്നത്. As already stated, every financial decision involved risk and return. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, എല്ലാ ഫിനാൻഷ്യൽ ഡിസിഷൻസിനും എന്തുണ്ട്, റിസ്ക്കും റിട്ടേണും ഉണ്ട് എന്നുള്ളത്. ഈ റിസ്ക്കും റിട്ടേണും കൂടിയിട്ട് ഒരു പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ ഷുഡ് ബി മെയിൻറ്റെയിൻ ബൈ ദി ഓൾ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ടു മാക്സിമൈസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. ഒരു ഷെയറിൻ്റെ അല്ലെങ്കിൽ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാനേജേഴ്സ് റിസ്ക്കും റിട്ടേണും തമ്മിലൊരു ബാലൻസ് എപ്പോഴും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ആ ബാലൻസിനെയാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. എ പെർട്ടിക്കുലർ കോമ്പിനേഷൻ വെർ ബോത്ത് റിസ്ക് ആൻഡ് റിട്ടേൺ ആർ ഒപ്റ്റിമൈസ്ഡ് ഈസ് നോൺ ആസ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷനാണ് എന്ത് പറയുന്നത്, റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ഇവിടെ റിസ്ക്കും റിട്ടേണും ഒപ്റ്റിമം ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. എവറി ഫിനാൻഷ്യൽ ഡിസിഷൻ ഇൻവോൾവ് സച്ച് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. എല്ലാ ഫിനാൻഷ്യൽ ഡിസിഷൻസും ഈ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ത് ചെയ്യണം, ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. എ ഫിനാൻഷ്യൽ മാനേജർ സീക്ക് ടു സ്ട്രൈക്ക് ബാലൻസ് ബിറ്റ്വീൻ റിസ്ക് റിട്ടേൺ ദാറ്റ് വിൽ മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു ഫിനാൻഷ്യൽ മാനേജേഴ്സ് ഈ റിസ്കിലും റിട്ടേണിലൊക്കെ ഇങ്ങനെ ബാലൻസ് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ എന്താ റിസ്ക്, അതുപോലെ ടൈപ്സ് ഓഫ് റിസ്ക്, അതുപോലെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് റിസ്ക്, പിന്നെ റിട്ടേണിൻ്റെ മീനിങ്, മെഷർ എങ്ങനെയാണ് റിട്ടേൺ മെഷർ ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ, പിന്നെ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്.